വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ചോറ് കഴിക്കാമോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ നല്ലത് എന്നുള്ളത്. പലരും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും വണ്ണം കുറയ്ക്കാനാണെങ്കിൽ നിങ്ങൾ ചോറ് മുഴുവനായിട്ടും നിർത്തണം, ചപ്പാത്തി കഴിക്കൂ എന്നാൽ മാത്രമേ നിങ്ങൾ വണ്ണം കുറയുന്നു. പക്ഷെ നേരെ തിരിച്ചും ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ചപ്പാത്തി ഒന്നുമല്ല ചോറ് തന്നെയാണ് നല്ലതെന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്, ഇതിൽ ഏതാണ് ശരി, ആര് പറയുന്നതാണ് ശരി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നോക്കാം. വെയിറ്റ് ലോസിന്, അതായത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പം ചോറാണോ ചപ്പാത്തിയാണോ കഴിക്കേണ്ടത്, ഏത് കഴിച്ചാലാണ് നമുക്ക് വെയിറ്റ് കുറയാൻ നന്നായിരിക്കുക എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പൊ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ചോറ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തണം അല്ലെങ്കിൽ ചപ്പാത്തി മാത്രം കഴിക്കണം എന്നോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ സയന്റിഫിക്കലി അത് ശരിയല്ല എന്നുള്ളതാണ്. ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും രണ്ടും കാർബോഹൈഡ്രേറ്റിന്റെ ഒരു മെയിൻ സോഴ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പല ആൾക്കാരും ഈ കാർബ് എന്ന് പറയുന്നത് എന്തോ ഭയങ്കര മോശമായിട്ടുള്ള ഒരു സാധനമാണ്, നമ്മുടെ ശരീരത്തിന് തീരെ വേണ്ടാത്തതാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അതും തെറ്റാണ്. നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിത അളവിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് നല്ലൊരു എനർജിയുടെ സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു നിശ്ചിത അളവിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ 100 ഗ്രാം ചോറ് കഴിക്കുക അല്ലെങ്കിൽ ഒരു 2 ചപ്പാത്തി കഴിക്കുക ചെയ്യുന്നതിൽ വലിയ കലോറി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ പ്രശ്നം എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറ് കഴിക്കുന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടിനും ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പലരും ചോറ് കഴിക്കാറ്? നമ്മളെ കേരളത്തിലൊക്കെ കൂടുതലും നമ്മളെ പ്ലേറ്റിന്റെ ഒരു 70% ചോറ് തന്നെയായിരിക്കും. കൂടുതൽ അളവിൽ നമ്മൾ ചോറ് എടുക്കുക, കുറഞ്ഞ അളവിലായിരിക്കും കറികൾ. ഒരു സ്പൂണ് എന്തെങ്കിലും വെജിറ്റബിൾ കൊണ്ട് എന്തെങ്കിലും തോരൻ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂണ്, പിന്നെ എന്തെങ്കിലും അതുപോലെ കറി ആണെങ്കിലും വളരെ കുറച്ച്. കൂടുതലും നമ്മുടെ പ്ലേറ്റിൽ ഉണ്ടാവുന്നത് ചോറാണ്. അപ്പൊ ഈ 70% നമ്മൾ ഈ ചോറ് കഴിക്കുന്നതാണ് ഈ പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഈ അളവ് അളന്നെടുക്കുന്നതിലാണ് കാര്യം. ഇനി അത് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് കൂടി പറയാം. ഇനിയിപ്പോ ചപ്പാത്തി ആണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ചപ്പാത്തി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കുക, ചോറ് നിർത്തിയിട്ട് ചപ്പാത്തിയിലേക്ക് മാറി, ചപ്പാത്തി നല്ലതാണെന്നാണല്ലോ വിചാരിക്കുന്നത്. രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ചപ്പാത്തിയിലേക്ക് മാറിയിട്ട് ഒരു 3ഉം 4ഉം ചപ്പാത്തി ഒക്കെ കഴിക്കാൻ തുടങ്ങും. കാരണം എന്താ, ചപ്പാത്തി നല്ലതാണല്ലോ, ചോറാണ് മോശം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് നമ്മൾ ഈ 70%-ഓളം ചോറ് കഴിക്കുന്ന പോലെ തന്നെയാണ്. ഒരു 3ഉം 4ഉം ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് അതിന് കലോറി കൂടുതലാണ്. ഇനി എന്താണ് നമ്മൾ ഈ കൂടുതലായിട്ട് ഇത് കഴിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് കൂടി നോക്കാം. നമ്മൾ ഈ കൂടുതൽ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് രക്തത്തില് ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടും. അപ്പൊ അത് കൂടുന്ന സമയത്തിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ബോഡി ശ്രമിക്കും. അപ്പൊ ഇൻസുലിൻ റിലീസ് ചെയ്യും. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും. അങ്ങനെ ഇത് പെട്ടെന്ന് കുറയുന്ന സമയത്ത് എന്തുണ്ടാവുന്ന വെച്ചാൽ നമുക്ക് പിന്നെയും വിശപ്പ് വരും. വിശപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് ക്രേവിങ്സ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഈ സ്നാക്കിങ് എന്തെങ്കിലും കഴിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ക്രേവിങ്സ് വരും. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ക്രേവിങ്സ് ആണ് കൂടുതലെന്ന്. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്, കാർബോഹൈഡ്രേറ്റ് പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണെങ്കിൽ ഈ ക്രേവിങ്സ് വരാൻ കൂടുതലാണ് സാധ്യത. അപ്പോൾ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കാലറീസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഫാറ്റ് ഗെയിനിലേക്കും വെയിറ്റ് ഗെയിനിലേക്കും ഒക്കെ പോകുന്നത്. അത് അതിന്റെ ഒരു കാരണമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അത് കൂടുതലായിട്ട് കഴിക്കുന്നതാണ് പ്രശ്നം. രണ്ടും ഒരു നിശ്ചിത അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്കതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ശീലിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ഒരു ശീലമാണ്. അപ്പൊ അത് പെട്ടെന്ന് മാറ്റുക എന്നൊക്കെ പറയുന്നത് മാനസികമായിട്ടും പലർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല ഉത്സാഹം ഉണ്ടെങ്കിലും അത് കഴിയുമ്പോൾ പെട്ടെന്ന് മടുക്കാനും സാധ്യത കൂടുതലാണ്. കാരണം നമ്മളെ ബോഡി ഒന്നും അതിനത്ര പ്രിപ്പയർഡ് അല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലർക്കും 10-15 കിലോയൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഇതൊരു 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ നമ്മളെ ഡയറ്റ് നമ്മൾ കൃത്യമായിട്ട് കുറച്ചധികം നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പൊ ചോറാണെങ്കിൽ ചോറായിക്കോട്ടെ, അത് ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് കഴിക്കുകയാണ് രാത്രിയിലേക്ക് വെക്കുന്നതിനേക്കാളും. ഇനി രാത്രിയും ചോറ് നിർബന്ധമുള്ളവരാണെങ്കിൽ കഴിക്കാം, പക്ഷെ അതിന്റെ അളവിലാണ് പ്രധാനം എന്നുള്ളതാണ്. അളവ് ഒരുപാട് എടുക്കാണ്ട് അത് കുറയ്ക്കണം. ഇനിയിപ്പം വല്ലാണ്ട് അങ്ങ് കുറഞ്ഞ് തീരെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് വേണം ഒരു നിശ്ചിത അളവിൽ. അപ്പൊ ഈ അളവ് കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ഇനി അതിനും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു പ്ലേറ്റ് എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 70%-ഓളം ചോറായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഒരു 50% മാത്രം ചോറാക്കുക. ബാക്കി 25% നമ്മൾ ഫൈബർ, അതായത് ഇലക്കറികളിലേക്ക് വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഒരു 25% പ്രോട്ടീൻ, അതായത് മീന്, ചിക്കൻ അല്ലെങ്കിൽ ദാല്, അങ്ങനെ
പൾസസ് എന്തെങ്കിലും, കടല, പയറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൾസസ് നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതാണ് നമ്മൾ പ്ലേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ ചോറിന്റെ അളവ് കുറച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഫൈബറും പ്രോട്ടീനും ഒക്കെ കൂട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ക്രേവിംഗ് കുറയ്ക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിറ്റി എന്ന് പറയും, നമ്മുടെ എന്താ പറയുക, ഒരു തൃപ്തി. നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃപ്തിയായി, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാനുള്ള ആ ഒരു തോന്നൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിശപ്പും തോന്നില്ല. ഒരു നിശ്ചിത അളവിലേക്ക് നമ്മൾ നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ചോറ് കുറച്ചാൽ ഭയങ്കരമായിട്ട് വിശക്കില്ലെന്നൊക്കെ. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊന്നും വരില്ല. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം, ഞാൻ 50, 25 എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരുടെയും 50% എന്ന് പറയുന്നത് പല അളവായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും ഇത്ര അളവിൽ എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത്, അതായത് ഓരോരുത്തരുടെയും ഹൈറ്റ്, വെയിറ്റ്, നിങ്ങൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്ന ഒരു ദിവസം, അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തിനും ആവശ്യമുള്ള കാലറി വ്യത്യാസപ്പെട്ടിരിക്കും. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം ദിവസം മുഴുവൻ വീട്ടില് ഫുൾ ടൈം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ബോഡിക്ക് വേണ്ട കാലറി ആയിരിക്കില്ല കാര്യമായിട്ട് ഫിസിക്കൽ ലേബർ, അതായത് ഒരു കായിക അധ്വാനമൊക്കെ ആവശ്യമുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി വരുന്നത് ഒരു വ്യത്യസ്തപ്പെട്ട ഒരു കാലറി തന്നെയായിരിക്കും. അപ്പൊ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള അളവിലായിരിക്കും ചോറ് കഴിക്കാനും നമ്മൾ അളവ് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഇന്ന അളവ് എല്ലാവരും എടുത്തോളൂ എന്നുള്ളത് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് 100 ഗ്രാം ചോറും ചില ആൾക്കാർക്ക് 150 ഗ്രാം ചോറും ഒക്കെ നമ്മൾ ഡയറ്റിൽ പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, അവരുടെ ബോഡിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഞാൻ മുന്നേ എൻ്റെ ഒരു വെയിറ്റ് ലോസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ 60 കിലോയിലേക്ക് ആക്കി ഒരു വെയിറ്റ് ലോസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോറൊക്കെ തന്നെ കഴിച്ചിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഡയറ്റിൽ ചോറ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ എനിക്ക് അങ്ങനെ ചോറിനോട് വലിയൊരു താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കായിരുന്നു. രാത്രി എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇനി അങ്ങനെ ചോറിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ രാത്രി ചോറ് കഴിക്കാം, പക്ഷെ അളവാണ് പ്രധാനം. നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുന്ന അത്രയും നമുക്ക് രാത്രി ആവശ്യം വരില്ല. അപ്പൊ അതൊക്കെ നമ്മളെ ബോഡിയുടെ കാലറി അനുസരിച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് ഒഴിവാക്കേണ്ടി വരുമോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഞാൻ മുന്നേ എൻ്റെ ക്ലയന്റ് ശ്രീതുവിന്റെ വെയിറ്റ് ലോസ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീതു ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങൾ, ചോറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നോർമലി ഒക്കെ ഉള്ളതൊക്കെ തന്നെയാണ് കഴിച്ച് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി അവരെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ അറിയാനും എന്തൊക്കെ വർക്ക്ഔട്ട് ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാനും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. വർക്കൗട്ടിന്റെ കാര്യം കൂടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഡയറ്റ് മാത്രം അല്ലെങ്കിൽ എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയാൻ എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു ശരിയായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു റിസൾട്ട് കിട്ടില്ല. പക്ഷെ ഡയറ്റ് വളരെ പ്രധാനമാണ്. കാരണം പലരും പറയാറുണ്ട് ജിമ്മിൽ ഒരു 3-4 മാസം പോയിട്ടും വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല, സെയിം വെയിറ്റ് തന്നെയാണ്, പക്ഷെ ജിമ്മിൽ പോകുന്നുണ്ട്, വേർക്കുന്നുണ്ട് നന്നായിട്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ അവർക്ക് ഡയറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ പല ആൾക്കാർക്കും മുട്ടുവേദന, നടുവേദന, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാ എക്സസൈസും ചെയ്തു കൊള്ളാനും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് മുട്ടിന് വേദനയുള്ളവർ മുട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കൂടുതലായിട്ട് സ്ക്വാറ്റ് ചെയ്യേ അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല. അത് നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പോവുക. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, നല്ലൊരു ഗൈഡൻസ് കിട്ടാനാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചോറാണോ ചപ്പാത്തിയാണോ ഏതാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് വേണേലും കഴിക്കാം, കൃത്യമായിട്ടുള്ള ഒരു അളവാണ് പ്രധാനം. അത് എന്ത് കാര്യത്തിൽ അങ്ങനെയാണ്. കൂടുതലായിട്ട് നമ്മൾ കഴിക്കാണ്ട് ഒരു മിതത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.